കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ വേദപഠന ക്ലാസ്സുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന അപ്പം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടം ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. കർത്താവിൽ പ്രിയരെ, നമ്മുടെ സങ്കീർത്തന ഭാഗങ്ങളാണല്ലോ പഠിക്കുവാനായിട്ട് ആരംഭിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച 1-ാം സങ്കീർത്തനം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും പഠിക്കുവാനുമുള്ള ഒരു പരിശ്രമം നടത്തുകയുണ്ടായി. ഈ ആഴ്ച 2-ാമത്തെ സങ്കീർത്തനവും 3-ാമത്തെ സങ്കീർത്തനവും പഠിക്കുവാനായിട്ടാണ് ദൈവത്തിൽ ശരണപ്പെടുന്നത്. 2-ാമത്തെ സങ്കീർത്തനം ഒന്ന് വായിക്കാമോ? 2-ാം സങ്കീർത്തനം. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവീൻ. ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പീൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ദൈവമേശ്വരനിക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോ. കർത്താവിൽ പ്രിയരെ, 2-ാം സങ്കീർത്തനം ക്രിസ്തീയ സഭയുടെ വിശ്വാസത്തെയും വേദശാസ്ത്ര വീക്ഷണത്തെയും ഒക്കെ ഒത്തിരി സ്വാധീനിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. പലയിടങ്ങളിൽ, പ്രത്യേകിച്ച് പുതിയ നിയമ ഇടങ്ങളിൽ, യേശുവിനെ ബന്ധപ്പെടുത്തി, യേശുവിൻ്റെ ജനനം, യേശുക്രിസ്തുവിൻ്റെ മാമോദീസ, യേശുവിൻ്റെ ഉദ്ധാനം തുടങ്ങിയ സാഹചര്യങ്ങളിലെല്ലാം തന്നെ ഈ സങ്കീർത്തന വേദഭാഗം ഇതിലെ പല വാക്യങ്ങളും ഉദ്ധരിച്ച് കാണുന്നത് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ സഭയുടെ വിശ്വാസത്തിന് ഒരു അടിസ്ഥാനമുള്ള സങ്കീർത്തന ഭാഗമായിട്ട് സഭാപിതാക്കന്മാർ ഇതിനെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേദശാസ്ത്ര വീക്ഷണത്തിലും വളരെ ഏറെ ക്രിസ്തീയ വിശ്വാസത്തിന് അടിത്തറമാകുന്ന ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. ഇതിൻ്റെ ചരിത്രപരമായ സന്ദർഭം എന്തായിരിക്കുമെന്ന് പഠിക്കുവാനായിട്ട് പരിശ്രമിച്ചാൽ ചില നിഗമനങ്ങൾ മാത്രമേ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് യഹൂദിയായിൽ ദാവീദ് രാജാവിൻ്റെയോ അല്ലെങ്കിൽ ശലോമോൻ രാജാവിൻ്റെയോ അഭിഷേകത്തോട് അനുബന്ധിച്ച് അവിടെയുള്ള സാമന്ത രാജാക്കന്മാരും അതോടൊപ്പം തന്നെ ആ ദേശത്തിലുള്ള ദേശാധിപതികളും ഈ രാജാക്കന്മാർക്ക് എതിരായി അണിനിരക്കുകയും അവരെ ഉപദ്രവിക്കാനായിട്ട് പദ്ധതിയിടുകയും ചെയ്യുകയും, എന്നാൽ അതിന് ഇടയിൽ ദൈവം ഇടപെട്ട് അവരെ സംരക്ഷിക്കുകയും ദൈവത്തിന്റെ അഭിഷിക്തരായ രാജാക്കന്മാരെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതിനെ വേദപണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ ചരിത്രപരമായ സന്ദർഭം. ഒരു സൂചന മാത്രമേ അതിനെപ്പറ്റി തരുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഇതിനെ 4 തിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിലെ
1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യങ്ങൾ ഇപ്രകാരമാണ്: ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നല്ലോ, യെരൂശലേം രാജാക്കന്മാരായിരുന്ന, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ രാജാക്കന്മാരായിരുന്ന ദാവീദിന് എതിരായി, അല്ലെങ്കിൽ ശലോമോന് എതിരായിട്ട് ആ ദേശത്തിലുള്ള അധിപതികൾ ഗൂഢാലോചന നടത്തുന്നതിനെ സൂചിപ്പിക്കുന്നു എന്നാണ് വേദപണ്ഡിതന്മാർ ഇതിനെപ്പറ്റി അഭിപ്രായപ്പെടുന്നത്. അപ്പോ ഇവർക്കെതിരെ ഗൂഢാലോചന നടത്തി അവരെ തകർക്കുവാനായിട്ടുള്ള പദ്ധതികൾ ഇവരെ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. കെട്ടുകൾ, കയറുകൾ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് രാജഭരണത്തിന്റെ കീഴിൽ ആയിരിക്കുമ്പോൾ ഒരാൾ അനുഭവിക്കുന്ന ഒരു നിയന്ത്രണമുണ്ടല്ലോ, ആ നിയന്ത്രണം പൊട്ടിച്ചു കളഞ്ഞ്, അല്ലെങ്കിൽ ആ കയറുകൾ എറിഞ്ഞു കളഞ്ഞ് ഈ അധികാരത്തിന് കീഴിൽ നിൽക്കാതിരിക്കാനായിട്ട് പരിശ്രമിക്കണമെന്നാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. ഇത് യേശുമിശിഹായുമായിട്ട് ഏറെ ചേർന്ന് നിൽക്കുന്ന ഒരു വേദഭാഗമാണ്. പ്രത്യേകിച്ച് താഴത്തേക്ക് വായിക്കുമ്പോൾ നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഭാഗമെല്ലാം നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് യേശുക്രിസ്തുവിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടുന്ന സങ്കീർത്തന ഭാഗമാണ്. യേശുവിന് എതിരായിട്ട് വംശങ്ങളും രാജ്യങ്ങളും നിലകൊള്ളുന്നത്, പ്രത്യേകിച്ച് യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിലെ മതപുരോഹിതന്മാരും അതുപോലെ തന്നെ ഭരണകർത്താക്കളും എല്ലാം യേശുവിന് വിരോധമായിട്ട്, യേശുവിന്റെ ഭരണത്തിന് വിരോധമായിട്ട് നിലനിൽക്കുന്നു എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതിന്റെ ഒരു പ്രവചന ദൂതായിട്ടാണ് 2-ാം സങ്കീർത്തനത്തെ കാണുന്നത്. ഇവിടെ ഇസ്രായേൽ രാജാക്കന്മാർക്ക് എതിരായും ഇതുപോലെ തന്നെ കൊണ്ടതുകൊണ്ടാണ് 2-ാം സങ്കീർത്തനം ഇങ്ങനെ രചിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് യേശുവിന്റെ അധികാരത്തിന്റെ കീഴിൽ നിന്നും യേശുവിന്റെ വചനങ്ങൾ അനുസരിക്കാതെ നിലകൊള്ളണം എന്നുള്ള ഒരു ചിന്താഗതി കൂടെ പ്രത്യേകിച്ച് പരീശന്മാരുടെയും സാധുക്യന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു മുൻപ്രവചനം കൂടെയായിട്ട് ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതാണ് പറയുന്നത്: നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. അതായത് യേശുവിന്റെ കീഴിൽ അവന്റെ വചനങ്ങൾക്ക് നിലകൊള്ളാതെ, അവന്റെ ഇഷ്ടങ്ങൾക്ക് നിലനിൽക്കാതെ അതിനെതിരായിട്ട് പ്രവർത്തിക്കണം എന്നുള്ള ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന മെനഞ്ഞുണ്ടാക്കുന്ന ഒരു ക്രമീകരണത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതിന്റെ 2-ാമത്തെ ഭാഗം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. 1-ാം ഭാഗം ദൈവത്തിനും ദൈവത്തിന്റെ അഭിഷിക്തനും വിരോധമായിട്ട് നിലകൊള്ളുന്ന രാജാക്കന്മാരെയും അല്ലെങ്കിൽ ഭൂമിയിലെ ഭരണകർത്താക്കളെയുമാണ് കാണിക്കുന്നത്. 2-ാം ഭാഗത്തിൽ ഈ ദൈവത്തിന്റെ അഭിഷിക്തന് വിരോധമായി അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതികൾക്ക് എതിരായി നിൽക്കുന്നവരെ ദൈവം എങ്ങനെയാണ് കാണുന്നത് എന്നാണ് കാണിക്കുന്നത്. അതൊന്ന് വായിക്കാമോ? 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 4 മുതൽ 6 വരെയുള്ള ആരെങ്കിലും വായിച്ചു തുടങ്ങിയാൽ ബാക്കിയുള്ളവര് മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണേ. വായിക്കും. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. അതായത് സ്വർഗത്തിൽ ഇരിക്കുന്ന ദൈവത്തിലേക്ക് സങ്കീർത്തനക്കാരൻ കണ്ണുകൾ ഉയർത്തുകയാണ്. ഈ ഭൂമിയിൽ ദൈവം വാഴിച്ച ദൈവത്തിന്റെ അഭിഷിക്തൻ, അത് ഇസ്രായേൽ രാജാവായിരിക്കാം, അല്ലെങ്കിൽ ദൈവപുത്രനായ യേശുക്രിസ്തു ആയിരിക്കാം, ഇതിന് വിരോധമായിട്ട് നിലകൊള്ളുമ്പോൾ ദൈവം എങ്ങനെയാണ് അതിനെ എതിരെ പ്രതികരിക്കുന്നത് എന്നാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ വിവരിക്കുന്നത്. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിനെ ആലങ്കാരികമായിട്ടുള്ള ഒരു ഭാഷയായിട്ട് ഇതിനെ പരിഗണിച്ചാൽ മതി. കാരണം
1-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ആദ്യത്തെ നിർദ്ദേശം പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എന്നാണ്. ഇവിടെ 2-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുകയാണ് ദൈവം പരിഹസിക്കുന്നുവെന്ന്. ഒരിക്കലും ദൈവം പരിഹസിക്കില്ല. അങ്ങനെ ഒരു ഇത് വെറുതെ ഒരു ആലങ്കാരിക ഭാഷയായിട്ട് അതിനെ കണ്ടാൽ മതി. പ്രത്യേകിച്ച് മനുഷ്യന്റെ വൈകാരികമായ മേഖലകളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് സങ്കീർത്തനക്കാരൻ ആ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നുവെന്ന് മാത്രം അതിനെ പറ്റി വിശകലനം ചെയ്യാനായിട്ട് ശ്രമിക്കണം, അങ്ങനെ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കണമെന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം ഇത് കാണുമ്പോൾ ദൈവം ഇതിന് എതിരായിട്ട് നിൽക്കുകയാണ്. കാരണം ദൈവം സ്ഥാപിച്ച ഈ ക്രമീകരണത്തിന് വിരോധമായിട്ട് മനുഷ്യൻ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിനെതിരായി നിൽക്കുന്ന ആരാണെങ്കിൽ പോലും, പൈശാചിക ദുരാത്മ പീഡകളാണെങ്കിൽ പോലും ദൈവം അതിനെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. ദൈവം അതിനെ ഒരു ചിരിയോടുകൂടെയാണ് എതിരിടുന്നതെന്ന് പറയുകയാണ്. അതിൽ 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. അപ്പൊ ദൈവമാണ് ഇതിനെ വാഴിച്ചിരിക്കുന്നത്, ദൈവമാണ് അഭിഷേകം ചെയ്തിരിക്കുന്നതെന്ന് ഇവിടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒരു പൗരോഹിത്യത്തിലായിരിക്കുന്ന ഒരാളെ പറ്റി അത് അഹറോനെ പോലെ ദൈവം വിളിച്ച് അഭിഷേകം ചെയ്തിട്ടല്ലാതെ ആരും സ്വതവേ ഈ സ്ഥാനം ഏറ്റെടുക്കുന്നില്ല എന്ന് വേദപുസ്തകത്തിൽ ഒരു വചനമുണ്ട്. അപ്പൊ ദൈവമാണ് എല്ലാ സ്ഥാനങ്ങളും മാനങ്ങളും, അത് രാജാക്കന്മാരാണെങ്കിലും ദൈവത്തിന്റെ അഭിഷിക്തനായ അല്ലെങ്കിൽ പുത്രനായ യേശുമിശിഹായ ആണെങ്കിലും യേശുമിശിഹായ്ക്ക് ശേഷമുള്ള പൗരോഹിത്യമാണെങ്കിലും എല്ലാം ദൈവത്തിൽ നിന്നാണ് ഇതെല്ലാം വരുന്നതെന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അതിന് എതിര് നിന്നാൽ അത് തീർച്ചയായിട്ടും എതിര് നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിന് പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അതിന് നമുക്ക് വേദപുസ്തകത്തിൽ തന്നെ ഒരു ഉദാഹരണം കണ്ടെത്താനായിട്ട് സാധിക്കും. നിയമാവർത്തന പുസ്തകം ഒന്നെടുക്കാമോ? നിയമാവർത്തന പുസ്തകം 16-ാം അധ്യായം. ആവർത്തന പുസ്തകം 16-ാം അധ്യായം ഒന്നെടുക്കാമോ? ആവർത്തന പുസ്തകമല്ല, സംഖ്യാപുസ്തകം 16-ാം അധ്യായം ഒന്നെടുക്കാമോ? സംഖ്യാപുസ്തകം 16-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? സംഖ്യാപുസ്തകം 16-ാം അധ്യായം. എന്നാൽ ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്ഹാരിന്റെ മകൻ കോരഹ്, രൂബേൻ ഗോത്രത്തിൽ ഏലിയാബിന്റെ പുത്രന്മാരായ ദാദാൻ, അബീരാം, പേലത്തിന്റെ മകനായ ഓൻ എന്നിവർ ഇസ്രായേൽ മക്കളിൽ സഭാപ്രധാനികളും സംഘസദസ്യന്മാരും പ്രമാണികളുമായ 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു. അവൻ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി അവരോട്, മതി മതി, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു, യഹോവ അവരുടെ മധ്യയുണ്ട്. പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മോശ കമിഴ്ന്നു വീണു. അവൻ കോരഹിനോടും അവന്റെ എല്ലാ കൂട്ടുകാരോടും പറഞ്ഞത്, നാളെ രാവിലെ യഹോവ തനിക്കുള്ളവർ ആരെന്നും തന്നോടെടുക്കുവാൻ തക്കവിധം വിശുദ്ധൻ ആരെന്നും കാണിക്കും. താൻ തിരഞ്ഞെടുക്കുന്നവനെ തന്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കും. കോരഹും അവന്റെ എല്ലാ കൂട്ടവുമായുള്ളവരെ, നിങ്ങൾ ഇത് ചെയ്യുവീൻ. നാളെ യഹോവയുടെ സന്നിധിയിൽ ധൂപകലശമെടുത്ത് അതിൽ തീയിട്ട് ധൂപവർഗം ഇടുവീൻ. യഹോവ തിരഞ്ഞെടുക്കുന്നവൻ തന്നെ വിശുദ്ധൻ. മതി. അതായത് യഹോവ അല്ലെങ്കിൽ ദൈവം അഭിഷേകം ചെയ്ത് ഉയർത്തിയ 2 വ്യക്തികളാണ് മോശയും അഹറോനും. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്നും അവരുടെ ദീനരോധനം കേട്ട് ദൈവം അവരെ രക്ഷിക്കാൻ വേണ്ടി അഭിഷേകം ചെയ്ത് അയച്ച വ്യക്തികളാണ് മോശയും അഹറോനും. എന്നാൽ മിസ്രയീമിൽ നിന്ന് 10-ലധികം ബാധ മിസ്രയീമിലെ ജനം ഏറ്റ് അവിടുന്ന് അവരെ പറഞ്ഞയക്കുകയും പിന്നീട് അവരെ തുടർന്ന് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ചെങ്കടൽ കടക്കുന്നത് വരെ അതുവരെയുള്ള ഉപദ്രവമേ ഉണ്ടായിരുന്നുള്ളൂ. ചെങ്കടൽ കഴിഞ്ഞതിന് ശേഷം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കണ്ട ജനമാണെങ്കിലും അതുവരെ പുറമേ ഉള്ളവരാണ് ശത്രുക്കളായിരുന്നെങ്കിൽ അതിനുശേഷം പിന്നീട് മോശയ്ക്കും അഹറോനും വിരോധമായിട്ട് നിലകൊള്ളുന്നത് ആരാണോ കൂടെ ഇറങ്ങി വന്നത് അവരാണ്. പലപ്പോഴും അവർ പിറുപിറുക്കുന്നുണ്ട്, അവരെ എതിര് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ സംഖ്യാപുസ്തകത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും മോശയ്ക്കും അഹറോനും എതിരായിട്ട് ഇവർ വലിയൊരു കൂട്ടുകെട്ട് തന്നെ ഉണ്ടാക്കുകയാണ്. ഏതാണ്ട് ഇവിടെ വായിച്ചു കേട്ടതിന് പ്രകാരം 250-ൽ അധികം വരുന്ന ആളുകൾ ഒരു സംഘമായിട്ട് ചേർന്ന്
മോശയ്ക്കും അഹറോനും വിരോധമായിട്ട് പറയുകയാണ്, മതി മതി, നിങ്ങൾ മാത്രം ഒന്നുമല്ല വിശുദ്ധരായിരിക്കുന്നവർ, നിങ്ങളെ ആരാണ് ഇതെല്ലാം ഏൽപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. അങ്ങനെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് അവരോട് പറയുകയാണ്, ഇനി മുതൽ എല്ലാവരും സമന്മാരാണ്, ഞങ്ങളെല്ലാം ഒരുപോലെയാണ്, നിങ്ങളുടെ അധികാരത്തിന്റെ കീഴിൽ ഞങ്ങൾ ആയിരിക്കുകയില്ലെന്നൊക്കെ പറഞ്ഞ് ഇവർക്കെതിരായിട്ട് നിലകൊള്ളുകയാണ്. പ്രിയപ്പെട്ടവരെ, അതേ സമയത്ത് മോശ ദൈവസന്നിധിയിൽ കവിണ്ണു വീണ് ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് മോശ അവരോട് പറയുകയാണ്, കോരഹപുത്രന്മാരെ, നിങ്ങൾ രാവിലെ തന്നെ നിങ്ങൾ ആരൊക്കെയാണ് കൂടി വന്നിരിക്കുന്നത്, നിങ്ങളെല്ലാം ഓരോ ധൂപകലശവും എടുത്ത് ദൈവസന്നിധിയിൽ കൂടി വരാനായിട്ട് അവരോട് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അവരതിനനുസരിച്ച് ക്രമീകരിച്ചു വരുന്നു. ആരുടെ ധൂപത്തെ ദൈവം സ്വീകരിക്കുന്നു, ആരുടെ പ്രാർത്ഥനയെ ദൈവം സ്വീകരിക്കുന്നുവോ അവരെയാണ് ദൈവം അംഗീകരിക്കുക എന്ന് മോശ ഒരു നിയമം അവിടെ ക്രമീകരിക്കുകയാണ്. അതിനുശേഷം ദൈവം തന്നെ ഇതിനകത്ത് ഇടപെടുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. 20-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെയാണ്, യഹോവ മോശയോടും അഹറോനോടും, ഈ സഭയുടെ മധ്യയിൽ നിന്ന് മാറിപ്പോകുവേൻ, ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിക്കുമെന്ന് കൽപ്പിച്ചു. അപ്പോൾ അവർ കവിണ്ണു വീണു. സകല ജനത്തിന്റെയും ആത്മാക്കൾക്ക് ഉടയവനാകുന്ന ദൈവമേ, ഒരു മനുഷ്യൻ പാപം ചെയ്തതിന് നീ സർവ്വസഭയോടും കോപിക്കുമോ എന്ന് പറഞ്ഞു. അപ്പൊ മോശയുടെ ആഹ്വാനപ്രകാരം ഈ 250 പേരും ഒരു സംഘമായിട്ട് കൂടി വന്നു. അവരുടെ കൈകളിൽ ധൂപകലശങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മോശയുടെ ആഹ്വാനപ്രകാരം അഹറോനും പൗരോഹിത്യ ഗണത്തിലുള്ളവരും കടന്നു വന്ന് അവരുടെ കയ്യിലും ധൂപകലശമുണ്ട്. ഇവരിട്ട് ധൂപകലശം അർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിക്കുമ്പോൾ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായിട്ട് മോശയോട് പറയുകയാണ്, കോരഹപുത്രന്മാർക്കെതിരെ ദൈവത്തിന്റെ കോപം ജ്വലിക്കുകയാണ്, ആ സംഘത്തെ മുഴുവനും ഞാൻ ഇവിടെ നശിപ്പിച്ചു കളയുവാനായിട്ട് പോവുകയാണെന്ന് പറയുകയാണ്. അവരുടെ ഗോത്രത്തിൽപ്പെട്ട എല്ലാവരെയും നശിപ്പിക്കാനായിട്ട് പദ്ധതി ഇടുകയാണ് ദൈവം. ആ സമയത്ത് മോശ തന്നെ ദൈവസന്നിധിയിൽ കവിണ്ണു വീണ് ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, ദൈവമേ, ഏതെങ്കിലും 1-2 പേരുടെ പാപം നിമിത്തം ആ ഗോത്രത്തെ മുഴുവനും അങ്ങ് നശിപ്പിക്കരുത് എന്ന് അദ്ദേഹം ദൈവസന്നിധിയിൽ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കേൾക്കുന്നു. ദൈവത്തിന് വിരോധമായി, ദൈവത്തിന്റെ അഭിഷക്തിന് വിരോധമായി നിലകൊണ്ടാൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവസാനം 31-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിക്കാമോ? 31 മുതൽ 33 വരെ, സംഖ്യാപുസ്തകം 16. അവൻ ഈ വാക്കുകളെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അവരുടെ കീഴെ ഭൂമി പിളർന്നു. ഭൂമി വായ് തുറന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹിനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ്വസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. അവരും അവരോട് ചേർന്നിട്ടുള്ള എല്ലാവരും ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങി. ഭൂമി അവരുടെ മേൽ അടയുകയും അവർ സഭയുടെ ഇടയിൽ നിന്ന് നശിക്കുകയും ചെയ്തു. അത് ഈ ഒരു ഭാഗം നമുക്ക് നോക്കി അറിയാം. മോശയെയും അഹറോനെയും ദൈവമാണ് അഭിഷേകം ചെയ്ത് ഉയർത്തിയത്. ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ജനത്തെ അവര് നയിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ എന്താ സംഭവിക്കുന്നത്, ഒരു ഘട്ടം എത്തുമ്പോൾ മോശയ്ക്കും അഹറോനും വിരോധമായിട്ട് അതിലെ ഒരു ഗ്രൂപ്പ് ആളുകൾ, ഏതാണ്ട് 250ഓളം വരുന്ന ആളുകൾ, കോരഹും ദാദാനും അബീരാമും ഇങ്ങനെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ 250ഓളം ആളുകൾ ചേർന്ന് മോശയ്ക്കും അഹറോനും വിരോധമായി തീരുകയാണ്. ഇവിടെ ഈ 2-ാം സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗവും ആദ്യത്തെ 3 വാക്യവും അങ്ങനെ തന്നെയാണ്. ജനതകളും ആ രാജാക്കന്മാരും ദൈവത്തിനും ദൈവത്തിന്റെ അഭിഷക്തിനും വിരോധമായിട്ട്, അത് ഒരുപക്ഷെ ഇസ്രായേൽ രാജാക്കന്മാരോ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെയോ സൂചിപ്പിക്കുന്നതാണ്. അവർക്ക് വിരോധമായിട്ട് നിലകൊള്ളുമ്പോൾ ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം സ്വർഗത്തിലിരുന്ന് ചിരിക്കുന്നു. ദൈവത്തിന്റെ ക്രോധം ഇവിടെ വെളിപ്പെടുമെന്ന് ഈ സങ്കീർത്തനത്തിൽ വെളിപ്പെടുത്തുകയാണ്. അതിന്റെ തെളിവാണ് സംഖ്യാപുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ നാം വായിച്ച് കേട്ടത്. ദൈവത്തിന്റെ ക്രോധം അവർക്കെതിരെ ഉണ്ടാവുകയും ആ 250 പേരും അവരുടെ കുടുംബങ്ങളും കുഞ്ഞുങ്ങളും അടക്കം അവരെ ഭൂമി വായു പിളർന്ന് അവരെ പാതാളത്തിലേക്ക് നേരിട്ട് ഇറക്കി കൊണ്ടുപോകുന്നു എന്ന് ഈ ഭാഗത്ത് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആലോചനകൾക്കും ദൈവത്തിന്റെ പദ്ധതികൾക്കും ദൈവം അഭിഷേകം ചെയ്തവർക്കും എതിരായി നിൽക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. 2-ാം സങ്കീർത്തനം തരുന്ന സൂചനയും
അത് തന്നെയാണ്. അങ്ങനെ നിന്നാൽ അത് അപകടമാണെന്നും അല്ലെങ്കിൽ അത് നാശത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നതാണെന്നും ഈ സങ്കീർത്തന ഭാഗത്തിന്റെ ആദ്യ ഭാഗം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. പിന്നീട് ഇതിന്റെ മൂന്നാമത്തെ ഭാഗം അത് 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണെന്ന് വായിക്കാമോ? 2-ാം സങ്കീർത്തനം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. മതി. അതായത് ഈ ഭാഗത്ത് ദൈവം തന്റെ അഭിഷിക്തനെ പറ്റി, അഭിഷിക്തൻ ആരാണെന്ന് ദൈവം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. യഹോവ, ഞാനൊരു നിർണയം പ്രസ്താവിച്ചിരിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇത് പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ രാജാക്കന്മാര് അറിയപ്പെട്ടിരുന്നത് അവര് ദൈവത്തിന്റെ പുത്രന്മാർ എന്നുകൂടെയുള്ള ഒരു പദവി അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദാവീദിനെ പറ്റി ദൈവത്തിന്റെ പുത്രൻ എന്ന് സങ്കീർത്തന ഭാഗത്ത് മറ്റൊരിടത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ശലോമോനെ പറ്റിയും ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുന്നുണ്ട്. ഫറവോ രാജാക്കന്മാരെ അവരുടെ ആ പദവിയോട് അനുബന്ധിച്ച് ദൈവപുത്രന്മാര് എന്നുള്ളൊരു പരിഗണന മിസ്രയീമിന്റെ ചരിത്രം വായിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ ആ കാലഘട്ടത്തിലെ രാജാക്കന്മാരെ ദൈവപുത്രന്മാരെന്ന് അവര് തന്നെ സ്വയം വിശേഷിപ്പിച്ചിരുന്നു. ഇത് നമുക്ക് യേശുക്രിസ്തുവിലേക്കുള്ള ഒരു ചൂണ്ടുപലക കൂടെയാണ്. കാരണം യേശുക്രിസ്തുവിനെ പറ്റി പലയിടങ്ങളിൽ, പ്രത്യേകിച്ച് യേശുവിന്റെ മാമോദീസായുടെ സമയത്തും അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ രൂപാന്തരീകരണത്തിന്റെ സമയത്തും ദൈവപിതാവിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ഇടയാക്കുന്നുണ്ട്. ആ ശബ്ദം എങ്ങനെയാണ്? നീ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീനെന്നും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുമെല്ലാം നമുക്ക് പുതിയ നിയമത്തിൽ വായിച്ച് കേൾക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇത് യേശുവിനെ സൂചിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണെന്ന് സഭാപിതാക്കന്മാരും വേദപണ്ഡിതന്മാരും നിസ്സംശയം വളരെ ശക്തമായിട്ട് ഇതിനെപ്പറ്റി വാദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ പുത്രന് വിരോധമായിട്ട് നിൽക്കരുത് എന്ന് ഉള്ളൊരു സൂചന ഇവിടെ നൽകുന്നുണ്ട്. അതിനുശേഷം പറയുകയാണ്, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. നമുക്കറിയാം, ഭൂമിയിലെ ഒരു രാജാവിന്, ഒരു ലൗകിക രാജാവിന് ഭൂമിയുടെ അറ്റങ്ങളോളം ഭരിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഒരു ഭരണം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് യേശുക്രിസ്തുവിലേക്ക് തന്നെയാണെന്ന് സഭാപിതാക്കന്മാര് പഠിപ്പിക്കുകയാണ്. ഭൂമിയുടെ ഒക്കെയും രാജാവായിട്ട് ദൈവം അഭിഷേകം ചെയ്തത് യേശുവിനെയാണെന്ന് ഈ ഭാഗത്തിലൂടെ കുറെ കൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഇങ്ങനെ പിന്നീട് 9-ാമത്തെ വാക്യം, ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ഇത് യേശുക്രിസ്തുവിന്റെ ഭരണത്തിന്റെ ദൃഢതയെ പറ്റി, യേശുക്രിസ്തുവിന്റെ ഭരണത്തിന്റെ ഉറപ്പിനെ പറ്റിയൊക്കെ വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ്. അതിനുശേഷം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, ഇത് സങ്കീർത്തനക്കാരൻ ഭൂമിയിലെ രാജാക്കന്മാർക്കും അല്ലെങ്കിൽ ഭരണകർത്താക്കൾക്കും കൊടുക്കുന്ന ഉപദേശമാണ്. ആദ്യം 1-ാമത്തെ വാക്യം നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാരും അഭിഷിക്തരും എല്ലാം ദൈവത്തിന്റെ അഭിഷിക്തനും വിരോധമായി നിലകൊള്ളുന്നു എന്നാണ് നമ്മൾ ആദ്യ ഭാഗത്ത് കണ്ടത്. അതുകൊണ്ട് തന്നെ സങ്കീർത്തനക്കാരനാണ് ഈ 4-ാം ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട് ഇവർക്ക് ഉപദേശം കൊടുക്കുന്നത്. ആ ഉപദേശം എങ്ങനെയാണ്? ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവീൻ, ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ ഘോഷിച്ച് ഉല്ലസിപ്പീൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. അവർക്ക് കൊടുക്കുന്ന ഉപദേശമാണ് ദൈവത്തിന് വിരോധമായി
ദൈവത്തിന്റെ അഭിഷിക്തന് വിരോധമായി നിലകൊള്ളുന്നവർക്ക് സങ്കീർത്തനക്കാരൻ ഉപദേശം കൊടുക്കുകയാണ്. ആകയാൽ രാജാക്കന്മാരെ, നിങ്ങൾ ബുദ്ധിയുള്ളവരും വിവേകമുള്ളവരുമായി ദൈവത്തിലേക്ക് തിരിഞ്ഞ് അവനെ സേവിക്കണം. അതോടൊപ്പം തന്നെ പറയുകയാണ്, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിലേക്ക് തിരിയുക എന്ന് മാത്രമല്ല, ദൈവപുത്രനെ ചുംബിക്കാനുള്ള ആഹ്വാനം കൂടെ ഇവർക്ക് കൊടുക്കുകയാണ്. ഇത് വെളിപ്പെടുത്തുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, യേശുക്രിസ്തുവിലൂടെ അല്ലാതെ രക്ഷയില്ലെന്ന് സുവിശേഷങ്ങളിൽ പലയിടത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. യേശു തന്നെ പറയുന്നുണ്ട്, ഞാനാണ് ആടുകളുടെ വാതിൽ, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് ചെല്ലുകയില്ല. അതുകൊണ്ട് രക്ഷ യേശുക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരു ചിന്താഗതിക്ക് പഴയ നിയമ ഗ്രന്ഥത്തിൽ വളരെ അടിത്തറയിട്ട് തരുന്ന ഒരു ഭാഗമാണ് ഇത്. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കുവേൻ. പുത്രനെ ചുംബിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിലേക്ക് തിരിയുക, യേശുക്രിസ്തുവിന്റെ വചനങ്ങൾ കേൾക്കുക, യേശുവിന്റെ ആഹ്വാനം കേട്ട് മാനസാന്തരപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുക. അങ്ങനെ ദൈവത്തിന്റെ കോപം നിങ്ങളിൽ നിന്ന് മാറിപ്പോകും. പാപത്തിന്റെ വഴികൾ യേശുവിന്റെ വാക്ക് കേട്ട് നിങ്ങൾ ഉപേക്ഷിക്കണം എന്നാണ് നമ്മൾ ഇതിനെ വ്യാഖ്യാനിക്കുവാനും അങ്ങനെയാണ് മനസ്സിലാക്കാനും ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് തന്നെ അറിയാം, പ്രത്യേകിച്ച് പുതിയ നിയമത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ പുത്രനെ ചുംബിച്ച് പാപത്തിന്റെ വലിയ ശിക്ഷ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നവരെല്ലാം പലരും രക്ഷപ്പെട്ടതായിട്ട് നമുക്ക് ഈ സുവിശേഷ ഭാഗങ്ങളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് യേശുവിൽ നിന്ന് രക്ഷ പ്രാപിച്ചവരാണ് പാപിനിയായ സ്ത്രീ. 5 ഭർത്താക്കന്മാർ ഉണ്ട് എന്ന അവകാശവാദം മുഴക്കിയവൾ, അതെല്ലാം അത്രമേൽ തിന്മയിൽ മുഴുകി ജീവിച്ച ശമരിയാക്കാരി സ്ത്രീയെ യേശുവിലേക്ക് നോക്കി യേശുവിന്റെ വചനം കേട്ട് യേശുവിൽ ആയിത്തീർന്നപ്പോൾ അവള് രക്ഷയുടെ പാതയിലേക്ക് യേശുവിനെ ചുംബിച്ച് യേശുവിനിലേക്ക് നോക്കിയതോടുകൂടെ അവള് പിന്നീട് ഒരു വിശുദ്ധ ജീവിതത്തിന്റെ വക്താവായി മാറുകയും സ്വർഗത്തിലേക്കുള്ള വഴി കണ്ടെത്തുകയും ചെയ്തു എന്ന് സുവിശേഷ ഭാഗത്ത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. രണ്ടാമതായി, ചുങ്കക്കാരൻ സക്കായി, യേശുവിനെ കാണാനുള്ള ഒരു ആഗ്രഹം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ യേശു അത് മനസ്സിലാക്കി അവനിലേക്ക് അടുത്തു വന്നപ്പോൾ അവനിൽ മാനസാന്തരം ഉണ്ടായി. പുത്രനെ ചുംബിക്കാനായിട്ടുള്ള ഒരു ആഹ്വാനം ഹൃദയത്തിൽ നിന്ന് സക്കായിക്ക് ലഭിക്കുക. സക്കായി എന്താ പറയുന്നത്? അവൻ അതുവരെ നടന്ന തെറ്റായ വഴികളെ എല്ലാം വിട്ട് എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ആരോടെങ്കിലും പിടിച്ചു പറിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ 4 ഇരട്ടിയായിട്ട് മടക്കി കൊടുക്കാം. അതോടൊപ്പം തന്നെ ഞാൻ ആരുടെയെങ്കിലും സമ്പത്ത് അപഹരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടിയായിട്ട് ഞാൻ മടക്കി കൊടുക്കാം, എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കാമെന്നെല്ലാം പറഞ്ഞ് പുത്രനിലേക്ക് ചേർന്ന് വരുമ്പോൾ സക്കായി നോക്കി യേശു പറയുന്ന ഒരു വാക്യമുണ്ട്, ഇവനും അബ്രഹാമിന്റെ പുത്രനാകുകൊണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. അതായത് ദൈവത്തിലേക്ക് തിരിയുമ്പോ, പുത്രനെ ചുംബിക്കുമ്പോ ദൈവത്തിന്റെ കോപം ഇല്ലാതാവുകയും ദൈവത്തിന്റെ കരുണ ആ വ്യക്തികളിലേക്ക് ഒഴുകി ഇറങ്ങുകയും ചെയ്യുമെന്ന് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒറ്റ വഴിയേ ഉള്ളൂ, അത് യേശുവാണ്. യേശുവിന്റെ വാക്കുകൾ കേൾക്കുക, യേശുവിന്റെ ജീവിത മാതൃകകളിലേക്ക് നോക്കുക. അതുകൊണ്ടാണ് എബ്രായ ലേഖനം, എനിക്ക് തോന്നുന്നു 12-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, ഒന്നെടുക്കാമോ? എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 1ഉം 2ഉം വാക്യങ്ങൾ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവെത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. കാരണം യേശുവിനെ നോക്കുമ്പോൾ യേശുവാണ് സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. യേശുവിലേക്ക് നോക്കുമ്പോഴാണ് ആ വഴി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ച യേശു അവസാനം ആത്യന്തികമായിട്ടും
യേശുവിന്റെ ആത്മാവിനെ പിതാവായ ദൈവത്തിന്റെ കരങ്ങളിലേക്കാണ് സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ പൂർണ്ണനായി ഈ ലോകത്ത് ജീവിക്കാനും അതോടൊപ്പം അവന്റെ ആത്മാവിനെ ഏറ്റവും അവസാന സമയത്ത്, മരണസമയത്ത് ദൈവപിതാവിങ്കിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് സമർപ്പിക്കുവാൻ അവന് കഴിയണമെങ്കിൽ ആരിലേക്ക് നോക്കണം? യേശുവിലേക്ക് നോക്കണം. അതായത് പുത്രനെ ചുംബിക്കണമെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞ ആ ഒരു ഭാഗമാണ് ഈ എബ്രായ ലേഖനത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ഇതോടുകൂടെ 2-ാം സങ്കീർത്തനം അവസാനിക്കുകയാണ്. 2-ാം സങ്കീർത്തനത്തിൽ നമ്മൾ 4 ഭാഗങ്ങളാണ് കണ്ടത്. ഒന്ന്, ദൈവത്തിനും ദൈവത്തിന്റെ അഭിഷിക്തനും വിരോധമായിട്ട് അണിനിരക്കുന്ന ഭൂമിയിലെ രാജാക്കന്മാരെയും ഭൂമിയിലെ പ്രഭുക്കന്മാരെയും. 2-ാമത്തെ ഭാഗം അവർക്ക് എതിരായി ദൈവത്തിന്റെ പ്രവർത്തനങ്ങളും ദൈവത്തിന്റെ കോപവും ക്രോധവുമാണ് നമ്മൾ കാണുന്നത്. അതിനെപ്പറ്റി നമ്മൾ സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ അഭിഷേകത്തിന് എതിരായി അല്ലെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത് ദൈവം അഭിഷേകം ചെയ്തവർക്ക് വിരോധമായിട്ട് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ക്രോധം ഇറങ്ങുന്നതിനെ പറ്റി ആ ഭാഗത്ത് നമ്മൾ കണ്ടു. മോശയ്ക്കും അഹ്റോനും വിരോധമായിട്ട് നിന്നവർ, അവർക്കെതിരെ ദൈവത്തിന്റെ കോപം വന്ന് അവർ പാതാളത്തിലേക്ക് ജീവനോടെ അവർ ഇറങ്ങിപ്പോകുന്നത് സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. അതിനുശേഷം ഈ ദൈവം അഭിഷേകം ചെയ്തവരെ ദൈവം പുത്രൻ എന്ന ഒരു പദവിയിലേക്ക്, അല്ലെങ്കിൽ ഇസ്രായേൽ രാജാക്കന്മാരെ എല്ലാം അല്ലെങ്കിൽ ദൈവം അഭിഷേകം ചെയ്തവരെ എല്ലാം ദൈവം ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, നീ എന്റെ പുത്രൻ എന്ന് ഉള്ളൊരു അരുളപ്പാട് കൊടുക്കുകയാണ്. ഇത് യേശുവിലും നമുക്ക് വളരെ വ്യക്തമായിട്ട് കണ്ടെത്താൻ സാധിക്കും. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിന്റെ മാമോദീസായുടെ സമയത്തും അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ രൂപാന്തരീകരണത്തിന്റെ സമയത്തുമെല്ലാം ദൈവപിതാവ് ഇതേ വചനം തന്നെ പറയുന്നുണ്ട്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. പിന്നീട് 9 മുതൽ ഉള്ള 3-ാമത്തെ ഭാഗം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, ആ ഭാഗത്ത് സങ്കീർത്തനക്കാരന്റെ നിർദ്ദേശമാണ്. സങ്കീർത്തനക്കാരൻ ഉപദേശം കൊടുക്കുകയാണ്. ദൈവത്തിനും ദൈവത്തിന്റെ അഭിഷിക്തനും ദൈവത്തിന്റെ ക്രമീകരണങ്ങൾക്ക് വിരോധമായി നിൽക്കുന്നവരോട് ബുദ്ധി പഠിക്കുവാനും ദൈവത്തിലേക്ക് തിരിയുവാനും അതിലുപരി പുത്രനെ ചുംബിക്കുവാനുള്ള ആഹ്വാനം കൊടുക്കുന്നതാണ് ഈ ഭാഗത്ത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. 2-ാം സങ്കീർത്തനം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തതായി 3-ാം സങ്കീർത്തനം. അതിന്റെ 3-ാം സങ്കീർത്തനത്തിന് ഒരു തലക്കെട്ടുണ്ട്. ആ തലക്കെട്ട് എങ്ങനെയാണ്? ദാവീദ് തന്റെ മകനായ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. അതൊന്ന് വായിക്കാമോ? 3-ാം സങ്കീർത്തനം. യഹോവേ, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. നീയോ യഹോവേ, എനിക്ക് ചുറ്റും പരിചയും എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും ആകുന്നു. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു. അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരമരുളുകയും ചെയ്യുന്നു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. യഹോവേ, എഴുന്നേൽക്കണമേ. എൻ്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. നീ എൻ്റെ ശത്രുക്കളെ ഒക്കെയും ചെകിട്ടത്തടിച്ചു, ദുഷ്ടന്മാരുടെ പല്ല് തകർത്തു കളഞ്ഞു. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. 3-ാം സങ്കീർത്തനത്തെയും നമുക്ക് 4ആയിട്ട് വിഭാഗിക്കുവാനായിട്ട് സാധിക്കും. 1 മുതൽ 1-ഉം 2-ഉം വാക്യങ്ങൾ 1-ാമത്തെ ഭാഗം, 3-ഉം 4-ഉം വാക്യങ്ങൾ 2-ാമത്തെ ഭാഗം, 5-ഉം 6-ഉം വാക്യങ്ങൾ 3-ാമത്തെ ഭാഗം, 7-ഉം 8-ഉം വാക്യങ്ങൾ 4-ാമത്തെ ഭാഗം. ഇതിന് ആദ്യത്തെ ഭാഗം ഇങ്ങനെയാണ്: യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകർ ആകുന്നു. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. നമുക്കറിയാം, ദാവീദിന്റെ സ്വന്തം മകൻ എതിരായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കി ദാവീദിനെതിരായിട്ട് വരുമ്പോ ദാവീദ് പാടുന്ന അല്ലെങ്കിൽ ദാവീദ് ദൈവസന്നിധിയിൽ നടത്തുന്ന ഒരു വിലാപ സങ്കീർത്തനമാണ്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ സങ്കീർത്തനമാണ് 3-ാം സങ്കീർത്തനം. അവിടെ ആദ്യത്തെ ഭാഗത്ത് ദൈവമേ,
എനിക്ക് ചുറ്റും വൈരികൾ എത്ര പെരുകിയിരിക്കുന്നുവെന്ന് അവിടുന്ന് കാണണമേ എന്നുള്ള അപേക്ഷയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു വേദന കൂടെ ദൈവസന്നിധിയിൽ അദ്ദേഹം പങ്കുവെക്കുകയാണ്. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. നമുക്കറിയാം ദാവീദിന്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. ഭൂരിഭാഗം ആളുകളും ദാവീദിന് എതിരായി. ദാവീദ് രാജ്യഭരണം വിട്ട് അദ്ദേഹം കാടുകളിൽ പോയി ഗുഹകളിലൊക്കെ ഒളിച്ചു താമസിക്കുന്ന കാലഘട്ടം. ആ സമയത്ത് ജനമെല്ലാം പറയാൻ തുടങ്ങി, അല്ലെങ്കിൽ ദാവീദിന് വിരോധമായിട്ട് നിൽക്കുന്നവരെല്ലാം പറയാൻ തുടങ്ങിയിരുന്നു, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. അതായത് ഇനി രക്ഷപ്പെടാൻ സാധ്യതയില്ല, അദ്ദേഹത്തിന്റെ മക്കൾ പോലും അദ്ദേഹത്തിനെതിരായി എന്നുള്ള വലിയ പരാമർശങ്ങളെല്ലാം ഉണ്ടായി. അത് ദാവീദ് ഇവിടെ പറയുകയാണ്, എന്നെ കുറിച്ച് അങ്ങനെ പലരും പറയുന്നു എന്ന് പറയുകയാണ്. അപ്പൊ ദാവീദിന്റെ ദുസ്ഥിതിയാണ് ഈ 2 വാക്യങ്ങളിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. എനിക്കെതിരെ വൈരികൾ പെരുകിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വലിയ വേദനയോടുകൂടി ദൈവസന്നിധിയിൽ അദ്ദേഹം വേദന പങ്കുവെക്കുകയാണ്, അല്ലെങ്കിൽ പകർന്ന് ദൈവസന്നിധിയിൽ പകരുകയാണ്. 3ഉം 4ഉം വാക്യങ്ങൾ ദാവീദ് ഈ വലിയ പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ വലിയൊരു വിശ്വാസ പ്രഖ്യാപനവും അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ദൃഢതയുമാണ് അദ്ദേഹം ഇവിടെ പ്രഖ്യാപിക്കുന്നത്. 3ഉം 4ഉം വാക്യങ്ങൾ ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? 3ഉം 4ഉം വാക്യങ്ങൾ. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരമരുളുകയും ചെയ്യുന്നു. ഈ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ദാവീദ് അദ്ദേഹത്തിന്റെ വിശ്വാസം ശക്തമായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഈ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ പോകുന്നതെങ്കിലും, ഇപ്പൊ കാട്ടിലാണ് താമസിക്കുന്നത്, ഗുഹയിലാണ് താമസിക്കുന്നത്, ആരും അദ്ദേഹം രാജാവായിട്ട് പോലും അദ്ദേഹത്തെ പരിചരിക്കാനോ അദ്ദേഹത്തെ കരുതാനോ ആരുമില്ലാത്ത സാഹചര്യത്തിൽ ഇദ്ദേഹം പറയുകയാണ്, എങ്കിലും നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും ആകുന്നു. 3 കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ദൈവമേ, ഈ ഒരു സമയത്തും അവിടുന്ന് എന്നെ സംരക്ഷിക്കുന്നു, അവിടുന്ന് എനിക്ക് ചുറ്റും പരിചയമായിട്ട് നിലകൊള്ളുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്കറിയാം, ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് പഠിച്ചത് കഴിഞ്ഞതാണ്. അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ സാത്താൻ തന്നെ ഈ ദൈവസന്നിധിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ അവന് ചുറ്റും വേലി കെട്ടി അവനെ സംരക്ഷിക്കുകയല്ലേ. അപ്പൊ പിന്നെ എനിക്ക് എങ്ങനെയാണ് ഇയ്യോബിനെ തകർക്കാനായിട്ട് സാധിക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതേ ഒരു വിശ്വാസമാണ് ദാവീദിനും. ദാവീദ് പറയുകയാണ്, ദൈവമേ അവിടുന്ന് എനിക്ക് ചുറ്റും പരിചയമായിട്ട് നിലകൊള്ളുകയാണല്ലോ. അതുകൊണ്ട് അതിനുശേഷം പറയുകയാണ്, അപ്പൊ ഒന്നാമത് പരിചയമായിട്ട് നീ നിലകൊള്ളുന്നു, പിന്നീട് എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും അവിടുന്ന് ആകുന്നു. എന്റെ മഹത്വം, എന്റെ ആശ്രയം, എന്റെ വിശ്വാസം, എന്റെ പ്രത്യാശയെല്ലാം കർത്താവെ അങ്ങാണെന്ന് രണ്ടാമത് ഇദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. മൂന്നാമത് പറയുകയാണ്, എന്റെ തല ഉയർത്തുന്നവൻ അങ്ങാകുന്നു. അപ്പോ ഭൂമിയിൽ അദ്ദേഹത്തിന് എതിരായി അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹത്തിന്റെ ശത്രുക്കളും അണിനിരന്ന് അദ്ദേഹത്തിന്റെ തല താഴ്ത്താൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇദ്ദേഹം പറയുകയാണ്, ആരെല്ലാം എന്റെ തല താഴ്ത്താൻ പരിശ്രമിച്ചാലും നീയോ ദൈവമേ എന്റെ തല ഉയർത്തുന്നവനാകുന്നു. എന്ത് വലിയ വിശ്വാസം എന്ന് ആലോചിച്ച് നോക്കി. എത്ര വലിയ പ്രതിസന്ധികളിലൂടെ ഇദ്ദേഹം കടന്നു പോകുന്നേ. നിരാശയുടെ പടുകുഴിയിൽ അകപ്പെടാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഇദ്ദേഹത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. ആത്മഹത്യയെ പറ്റി പോലും ചിന്തിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. നമ്മളായിരുന്നു ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ തകർന്നു പോയേനെ. കാരണം എന്താ? സ്വന്തം മകൻ, സ്നേഹം കൊടുത്ത് വളർത്തിയ മകൻ ഇപ്പോ എതിരായിട്ട് നിൽക്കുകയാണ്. ശൗലിന്റെ കൂടെയുള്ളവരും എതിരായിട്ട് നിൽക്കുകയാണ്. ഒരു വഴിയും ഇല്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ച് അദ്ദേഹത്തിന്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. ദൈവമേ, നീ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. എന്നിട്ട് 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അരുളുകയും ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തിയിലേക്കൊക്കെ നോക്കുമ്പോ ഇതേപോലത്തെ പ്രതിസന്ധികളിലൂടെ അപ്പോസ്തലന്മാർ കടന്നു പോകുമ്പോ അവരെന്താ ചെയ്യുന്നേ? ഇപ്പോ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു.
അവരെന്താ കാരാഗ്രഹത്തിൽ കടന്നു ചെയ്യുന്നത്? അവർക്ക് പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ല. കാരണം പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ തല അറക്കപ്പെടാനായിട്ട് പിടിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പോ മരണം മാത്രമാണ് അവരുടെ മുമ്പിലുള്ളത്. പക്ഷെ അവരെന്ത് ചെയ്യുക? ആ തടവറയിൽ കൈകളിലും കാലുകളിലുമെല്ലാം ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വലിയ അവർക്ക് മുമ്പിൽ 2 ഇരുമ്പ് വാതിലുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു വിധത്തിലും രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ അവര് ആ ഇരുമ്പ് ചങ്ങലകൾ കൂട്ടിയടിച്ച് സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തെ അവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുക. ഇവിടെ ഈ ഇദ്ദേഹം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു. ദൈവത്തോട് ഉള്ള പ്രാർത്ഥന കൊണ്ടും വിശ്വാസം കൊണ്ടും ആരാധന കൊണ്ടും ദാവീദ് ഇവിടെ നിലകൊള്ളുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അവൻ നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അരുളുകയും ചെയ്യുന്നു. അദ്ദേഹം അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ്, ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് ദൈവം കേട്ട് ദൈവം ഇടപെടും. ഇത് തന്നെയാണ് പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കടന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ പാതിരാത്രിയിൽ പാടി ആരാധിച്ചപ്പോൾ ദൈവം തന്റെ ദൂതനെ അയച്ച് അവരെ വിടുവിക്കുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു ഭാഗം 3ഉം 4ഉം വാക്യങ്ങൾ ദൈവത്തിലുള്ള അചഞ്ചലമായ ദാവീദിന്റെ വിശ്വാസത്തെ കാണിച്ചു തരുന്ന ഭാഗമാണ്. 5ഉം 6ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? 5ഉം 6ഉം വാക്യങ്ങൾ. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. മതി. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. എനിക്ക് വിരോധമായി ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. അപ്പൊ ഈ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും അദ്ദേഹത്തിന് രാത്രി എന്തുണ്ട്? നന്നായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്നറിയാമോ? ഉറങ്ങാൻ പറ്റുന്നില്ല. ഗുളിക കഴിച്ചാൽ പോലും പലർക്കും ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല. കാരണം ആകുലതയും ഉത്കണ്ഠയും ശക്തമായിട്ട് മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് കിടന്ന ഉറക്കം വരുമോ? ഉറക്കം വരില്ല. പക്ഷെ ദാവീദിന് ആകുലതയോ ഉത്കണ്ഠയോ ഉണ്ടായിരുന്നില്ല. കാരണം ദൈവമായിരുന്നു അദ്ദേഹത്തിന്റെ ശരണം. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ. ആരുടെ കൈകളിൽ അദ്ദേഹം ഉറങ്ങുന്നത്? എല്ലാം സമർപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. പരിപൂർണമായിട്ടും ദൈവത്തിന് സമർപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ദാവീദ് തന്റെ ജീവിതത്തെ. അതുകൊണ്ടാണ് ദൈവം എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ കുറവാണത്. ദൈവത്തിൽ ഉള്ള ശരണത്തിന്റെ കുറവാണത്. ദൈവത്തിലുള്ള ആശ്രയത്തിന്റെ കുറവാണത്. കാരണം ഇവിടെ ഈ ദാവീദിന് ഉണ്ടാകുന്ന പ്രതിസന്ധി എത്ര വലുതാണ്. അദ്ദേഹത്തിന്റെ രാജ്യം അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു, അദ്ദേഹത്തിന്റെ സിംഹാസനം നഷ്ടപ്പെടുന്നു, അദ്ദേഹത്തിന്റെ മക്കളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശൗൽ എന്ന രാജാവും എല്ലാം, ഒരു രാജ്യം പോലും എതിര് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇദ്ദേഹം രാത്രിയിൽ സുഖമായിട്ട് ഉറങ്ങുന്നു എന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത്രമേൽ ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന, ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന, ദൈവത്തിൽ ശരണപ്പെട്ടിരുന്ന വ്യക്തിയാണ് ദാവീദ് എന്നുകൂടെ നമുക്കിവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും. 6ാമത്തെ വാക്യം എങ്ങനെയാണ്? എനിക്ക് വിരോധമായി ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. എത്ര വലിയ വിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെത്. യോശുവ പ്രവാചകന്റെ പുസ്തകം എന്നെടുക്കാമോ? യോശുവ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യോശുവ 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. എടുത്തോ? യോശുവ 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, പരിഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. യോശുവ മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ നയിക്കാനുള്ള നിയോഗം ലഭിച്ച യോശുവയോട് ദൈവം അരുളി ചെയ്യുന്ന വചനമാണ്. ദൈവം അദ്ദേഹത്തെ ബലപ്പെടുത്തുകയാണ്. യോശുവ 1:9 നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട്
ഉറപ്പും ധൈര്യവുമുള്ളവൻ ആയിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ദൈവം കൂടെയുണ്ട്, ദൈവം ആണ് നയിക്കുന്നത് എന്ന് നമ്മൾ എപ്പോഴും വിശ്വസിച്ചുകൊണ്ടേയിരിക്കണം. അത് ഏറ്റുപറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മൾ എന്താണോ ഏറ്റുപറയുന്നത് അത് നമ്മുടെ വിശ്വാസമായിട്ട് വരും നമ്മുടെ ഹൃദയത്തിൽ. അതുകൊണ്ട് എപ്പോഴും മനസ്സിനോട് ഏറ്റുപറയണം, ദൈവം എൻ്റെ കൂടെയുണ്ട്, ഞാൻ പോകുന്നിടത്തെല്ലാം ദൈവം എനിക്ക് വലത്തും ഇടത്തും എൻ്റെ മുൻപിലും എൻ്റെ പിൻപിലും ദൈവം കാവൽ നിൽക്കുന്നുണ്ട്, എന്നെ നടത്തുന്നത് ദൈവമാണ്. ഇങ്ങനെയുള്ള ഒരു വലിയ വിശ്വാസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ദാവീദിനെ പോലെ നമുക്കും പറയാനായിട്ട് സാധിക്കും, 1000 ശത്രുക്കൾ എനിക്കെതിരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. ഇവിടെ യോശുവയെ ദൈവം ബലപ്പെടുത്തുകയാണ്. ഈ വചനമെല്ലാം എഴുതി വെച്ച് ഇതൊക്കെ ഇടയ്ക്ക് എടുത്തൊന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ഹൃദയത്തിൽ ഉരുവിടുകയൊക്കെ ചെയ്യുന്നത് കുറെ കൂടെ ആത്മധൈര്യമുള്ളവരായി തീരാൻ നമ്മളെ ശക്തരാക്കും എന്നുള്ള കാര്യം കൂടെ സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അടുത്തതായി 7ഉം 8ഉം വാക്യങ്ങൾ. ഈ 7ഉം 8ഉം വാക്യങ്ങളിൽ ദാവീദ് ദൈവസന്നിധിയിൽ സഹായത്തിനായിട്ട് അപേക്ഷ നടത്തുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയും ചെയ്യുകയാണ്. ഒന്ന് വായിക്കാമോ 7ഉം 8ഉം വാക്യങ്ങൾ? സങ്കീർത്തനം. യഹോവേ എഴുന്നേൽക്കണമേ, എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ. നീ എന്റെ ശത്രുക്കളെയൊക്കെയും ചെകിട്ടത്തടിച്ചു, നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്തു കളഞ്ഞു. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു, നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമോറാകട്ടെ. ഉണ്ടോ? ദൈവത്തോടുള്ള അപേക്ഷയാണ് അദ്ദേഹം ആദ്യം നടത്തുന്നത്. യഹോവേ എഴുന്നേൽക്കണമേ, എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ. ഈ ഒരു സാഹചര്യത്തിൽ, ഇങ്ങനെയുള്ള ഏതൊരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് പ്രതിസന്ധികളിലൂടെ, സഹനങ്ങളിലൂടെ, മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളും പീഡകളും പരിഹാസങ്ങളും നിന്ദനങ്ങളും ഒക്കെ ഏറ്റുകൊണ്ടാണ് പോകുന്നതെങ്കിൽ ആ സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്, ആ സമയത്ത് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ എഴുന്നേൽക്കണമേ, എന്റെ അവസ്ഥ കണ്ട് എന്നെ സഹായിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് അദ്ദേഹത്തിന്റെ വിശ്വാസം ദൃഢമായിട്ട് പ്രഖ്യാപിക്കുകയാണ്, നീ എന്റെ ശത്രുക്കളെ ഒക്കെയും ചെകിട്ടത്തടിച്ച് നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്ത് കളഞ്ഞു എന്ന് അദ്ദേഹം വിശ്വാസപൂർവം ഏറ്റുപറയുകയാണ്. അതിനുശേഷം 8ാമത്തെ വാക്യം, രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു, നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. അങ്ങനെ ഒരു സംബോധനയോടുകൂടെ ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുകയാണ്. ഇതും യേശുക്രിസ്തുവിനോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ ഈ 3ാം സങ്കീർത്തനവും നമുക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കും. കാരണം ഇതിന്റെ 4 ഭാഗങ്ങളായിട്ടല്ലേ നമ്മൾ ചിന്തിച്ചത്. 1ഉം 2ഉം വാക്യങ്ങൾ അദ്ദേഹത്തിന്റെ ദുസ്ഥിതി, ദാവീദിന്റെ ദുസ്ഥിതിയെ ഓർത്ത് അദ്ദേഹം ദൈവസന്നിധിയിൽ നടത്തുന്ന ഒരു വേദനാപൂർവമായ അപേക്ഷയാണ്. ഇത് ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇപ്പൊ ദാവീദ് ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട് രാജാവായി വന്നപ്പോ സ്വന്തം മകൻ എതിരായതുപോലെ തന്നെ ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നപ്പോ ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന് പറയപ്പെട്ടിരുന്ന ദൈവത്തിന്റെ മക്കൾ ആർക്കെതിരായിരുന്നു? യേശുക്രിസ്തുവിന് എതിരായിരുന്നു. അപ്പൊ ഇത് യേശുവിനെ പറ്റിയും ഇങ്ങനെ ഈ 3ാം സങ്കീർത്തനം ചേർത്ത് വെക്കാമെന്ന് വേദപണ്ഡിതന്മാര് വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിനുശേഷം അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. ഇതാണ് ക്രൂശിൽ കിടക്കുമ്പോ ദൈവം ഇറങ്ങി അവനെ രക്ഷിക്കുമോ എന്നൊക്കെ ഉള്ള സംസാരങ്ങൾ ആ ഭാഗത്ത് സുവിശേഷത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അത് യേശുക്രിസ്തു അതോടൊപ്പം തന്നെ ഗത്സമൻ തോട്ടത്തിൽ വെച്ചുള്ള പ്രാർത്ഥനയോടൊക്കെ ഈ 1ാമത്തെ ഭാഗത്തെ ചേർത്ത് വയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് പറയുകയാണ്. അതിനുശേഷം 2ാമത്തെ ഭാഗം, ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നു വിരിക്കുന്നു എന്നുള്ള ആ ഭാഗം യേശുക്രിസ്തുവിന്റെ മരണത്തെയും 3 ദിവസമുള്ള അദ്ദേഹത്തിന്റെ ഖബറിലുള്ള ആ ഉറക്കത്തെ 3 ദിവസത്തെയും അതിനുശേഷം 3ാം ദിവസം അവിടുന്ന് വലിയ മഹത്വത്തോടെ കൂടെ ഉദ്ധാനം ചെയ്യുന്നതിനെ പറ്റിയും ചേർത്ത് ചിന്തിക്കുവാനായിട്ട് സാധിക്കുമെന്ന് വേദപണ്ഡിതന്മാര് അവരുടെ വ്യാഖ്യാനങ്ങളിൽ ചേർത്ത് വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇത് യേശുക്രിസ്തുവിനോടും ചേർന്ന് നിൽക്കുന്ന ഒരു വേദഭാഗമാണ്. പ്രത്യേകിച്ച് ദാവീദിന്റെ സങ്കീർത്തനങ്ങളിൽ അദ്ദേഹത്തിന്റെ വേദനകളിൽ നിന്ന്
ഉരുത്തിരിഞ്ഞു വന്നതാണെങ്കിൽ പോലും അത് എല്ലാം യേശുക്രിസ്തുവിലേക്ക് ഉള്ള ഒരു വിരൽ ചൂണ്ടൽ കൂടെയാണെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് 2 സങ്കീർത്തനങ്ങൾ പഠിക്കുവാനായിട്ടാണ് ദൈവത്തിൽ ശരണപ്പെട്ടത്. 2-ാം സങ്കീർത്തനവും 3-ാം സങ്കീർത്തനവും. തുടർന്നുള്ള നാളുകളിൽ 4-ഉം 5-ഉം സങ്കീർത്തനങ്ങൾ പഠിക്കുവാനായിട്ട് പരിശ്രമിക്കാം. അത് വായിച്ച് ധ്യാനിച്ച് അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് അടുത്ത ആഴ്ചയിലേക്ക് ഒരുങ്ങണമെന്ന് സ്നേഹപൂർവ്വം നിങ്ങളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ഒരു കാര്യം കൂടെ നിങ്ങളെ അറിയിക്കട്ടെ. നമ്മുടെ ഇപ്പോഴുള്ള ഈ ലിങ്ക് ഉപയോഗിച്ച് നമ്മുടേതല്ലാത്ത, പ്രത്യേകിച്ച് നമ്മുടെ മതവിഭാഗങ്ങളിൽ നിന്നല്ലാത്തവരും അതുപോലെ തന്നെ ഹിന്ദിക്കാരും ഒക്കെ ഇതിനകത്ത് പ്രവേശിക്കാനായിട്ട് കുറച്ച് നാളുകളായിട്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് ഈ ആഴ്ച കൂടെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം ഈ ലിങ്ക് ചിലപ്പോൾ മാറ്റാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച പുതിയ ലിങ്ക് ആയിരിക്കും. ഇന്ന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് അടുത്ത ആഴ്ച പുതിയ ഒരു ലിങ്ക് ആയിരിക്കും. അതുകൊണ്ട് ഇതുവരെ എല്ലാ ആഴ്ചയും ഒരേ ലിങ്ക് ആയിരുന്നു. അടുത്ത ആഴ്ച മുതൽ പുതിയ ഒരു ലിങ്ക് ആയിരിക്കും, ഗൂഗിൾ മീറ്റിന്റെ പുതിയ ലിങ്ക് ആയിരിക്കും അയച്ചു തരുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടെ സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. കാരുണ്യവാനായ ദൈവമേ, അനുഗ്രഹീതമായ സന്ധ്യായാമത്തിൽ ശാബത്തിലേക്കുള്ള ഒരുക്കത്തിന്റെ ഈ പ്രാരംഭ യാമങ്ങളിൽ തന്നെ ദൈവമേ, അവിടുത്തെ സന്നദ്ധിയിൽ ആയിരിക്കുവാനും അവിടുത്തെ വചനങ്ങളെ ധ്യാനിക്കുവാനും അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം ഞങ്ങൾക്ക് അവിടുന്ന് ഭാഗ്യം നൽകിയതിനെ ഓർത്ത് ദൈവമേ അങ്ങേക്ക് നന്ദിയും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. 2-ാം സങ്കീർത്തനത്തിൽ ദൈവമേ, അവിടുത്തെ അഭിഷേകത്തിനും അവിടുത്തെ പദ്ധതികൾക്കും എതിരായി നിൽക്കുന്നവർക്ക് വരുന്ന തകർച്ചകളെ പറ്റി അവിടുന്ന് കാണിച്ചു തന്നുവല്ലോ. ആയതിനാൽ ദൈവമേ, അവിടുത്തെ ക്രമീകരണങ്ങൾക്ക് വിരോധമായി, പ്രത്യേകിച്ച് അവിടുന്ന് നൽകുന്ന നിയമങ്ങൾക്കും വചനങ്ങൾക്കും വിരോധമായി നിലകൊള്ളാതെ അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് അവിടുത്തെ പുത്രനായ യേശുവിനെ ചുംബിച്ച് മാനസാന്തരത്തിന്റെ അനുഭവത്തിലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. 3-ാം സങ്കീർത്തനത്തിൽ ദാവീദ് അദ്ദേഹത്തിന്റെ വലിയൊരു വേദനയുടെ സാഹചര്യത്തിൽ അദ്ദേഹം അങ്ങയിലേക്ക് നോക്കുകയും അവിടത്തോട് വേദനയോടുകൂടെ പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന്റെ വലിയ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. അതിലുപരിയായിട്ട് അങ്ങയിലുള്ള ശരണം മൂലം സമാധാനപൂർവമായ ഉറക്കം അദ്ദേഹത്തിന് ലഭിക്കുന്നതെല്ലാം അദ്ദേഹം ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവമേ, ദാവീദിനെ പോലെ ഞങ്ങളുടെ എല്ലാ അവസ്ഥകളിലും പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ദുഃഖഞെരുക്കങ്ങളിലും പീഡകളുടെ നാളുകളിലും ദൈവമേ അങ്ങയിലേക്ക് നോക്കുവാനും അദ്ദേഹത്തെ പോലെ പ്രാർത്ഥിക്കുവാനും ദൈവമേ അങ്ങയിൽ ശരണപ്പെടാനും വിശ്വാസം പ്രഖ്യാപിക്കുവാനും എല്ലാം വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ, അവിടുത്തെ തിരുവചനം കേൾക്കാനും പഠിക്കുവാനും നൽകുന്ന ഈ അവസരത്തിൽ അവിടുത്തെ ആത്മാവിന്റെ ചൈതന്യം കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് നിറയ്ക്കണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അവരെ കുടുംബമായി അവിടുന്ന് അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ ധാരാളമായിട്ട് ചൊരിഞ്ഞു കൊടുക്കുകയും ചെയ്യണമേ. ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ സഭയെയും സഭാപിതാക്കന്മാരെയും ആചാര്യന്മാരെയും സഭയിലെ ദയറാ പ്രസ്ഥാനങ്ങളെയും സന്യാസിനികളെയും വൈദിക വിദ്യാർത്ഥികളെയും എല്ലാം ദൈവമേ അവിടുന്ന് വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയ എല്ലാ പൂർവികരെയും അബ്രഹാമി ഭവനങ്ങളിൽ പാർപ്പിച്ച് അവിടുന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ. ആമേൻ. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.